പ്പെടാൻ വേണ്ടി ഞാൻ വന്നത്. എൻ്റെ പിരിവിന് പറ്റുന്ന ഞാൻ ഇവിടെ വരുമ്പോൾ ഇന്ന് ഇവിടെ പറയേണ്ട വിഷയം എന്തെന്ന് ആലോചിച്ചുകൊണ്ട് വന്നത്. അപ്പം എനിക്ക് തോന്നിയത് നമ്മുടെ മക്കളെ പറ്റി പറയാം. മക്കളുടെ സ്കൂൾ പറഞ്ഞ മക്കളെ സംബന്ധിച്ചിട്ട് പറയണോ എന്ന് വിചാരിച്ചുകൊണ്ട് വന്നത്. ഇവിടെ എത്തിച്ച് നോക്കുമ്പോൾ ഈ പള്ളിയും ഇതെല്ലാം കാണുന്ന അവസരത്തിൽ എനിക്കൊരു ഭയങ്കര അത്ഭുതമായിട്ട് കണ്ടത്. നിങ്ങൾക്ക് കണ്ടിട്ട് ഭയമായിട്ടുണ്ടാവും. ഈ നാട്ടിൽ ഈ വീട്ടിലത്ത് ഇങ്ങനത്തെ ഒരു പള്ളിയും ഇങ്ങനത്തെ സ്ഥാപനം ഉള്ളത് ഞാൻ അറിയില്ല. ഇങ്ങോട്ട് വരാണ്ട് വരുത്തുമല്ല. അപ്പൊ അതിനെപ്പറ്റി പറയാമോ എന്ന് വിചാരിച്ചു. മൂന്നാമതായിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഖുത്ബ ഇത് നമ്മളാണ് ഖുത്ബ. ഈ ഖുത്ബയിൽ 1-2 പോയിന്റാണ് പറഞ്ഞത്. അത് ഞാൻ നിങ്ങളോട് പറയും. അത് മക്കളെ പറ്റിയെ സംബന്ധിച്ചിട്ടാണ്. നിങ്ങൾ ഓതണം എന്നോട് കൂടെ. നിങ്ങൾക്ക് മക്കൾ നന്നാവണ എന്ന് ഓതും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا آتنا ربنا هب لنا أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ചെയ്തിട്ട് തന്ന നിഅമത്തുകൾ എന്നിട്ട് ഏറ്റവും വലിയ നിഅമത്ത് മക്കളെ തന്നതാണ്. മക്കളെ തന്നതിനെക്കാട്ടി വലിയ നിഅമത്ത് വേറെയില്ല. ആ മക്കളെ സംബന്ധിച്ചിട്ട് ഒരു അല്പസമയം നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. അമ്പിയാക്കന്മാർ എല്ലാ കൂട്ടറും പഠിച്ചവനെ എനിക്ക് നീ മക്കളെ തരണം എന്നത് മക്കളെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അമ്പിയാക്കന്മാർ എന്നിട്ട് ഒരു കൂട്ടം അമ്പിയാക്കന്മാരിൽപ്പെട്ട ഒരാൾക്ക് ആണ് മക്കളെ മാത്രം കൊടുത്തു, പെണ്ണു മക്കളെ അല്ല. മനസ്സിലാക്കണം പറയും. പിന്നെ ഒരു കൂട്ടർക്ക് പെണ്ണ് മാത്രമുള്ളത് ആണില്ല. പിന്നെ ഒരു കൂട്ടർക്ക് ആണും ഉണ്ട് പെണ്ണും ഉണ്ട്. പിന്നെ ഒരു കൂട്ടർക്ക് മക്കളെ. ഈ 4 തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാർക്കുള്ള മക്കളെ ആക്കി വെച്ചു. എന്നിട്ട് ആ മക്കൾക്ക് വേണ്ടി ദ്വാരക്കുന്ന ഒരു കൂട്ടറെ പറ്റി അള്ളാഹു പറയുന്ന അതുകൾക്കുള്ള ദ്വാരപ്പെട്ട് ഇന്ന് ഞാൻ തുടങ്ങിയ വല്ലദീന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ ഒരു പെണ്ണുങ്ങളിൽ കൂടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇതില് സൂറത്ത് മറിയം. ആ സൂറത്തേക്ക് സൂറത്ത് മറിയം എന്ന് പേർ വെച്ചിട്ടുണ്ട്. ആ മറിയം റളിയല്ലാഹു തആല അൻഹ അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള പള്ളിയുടെ അടുത്ത് അയാൾ ആ പെണ്ണുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പിന്നെ അവിടെ തീരുമാനിച്ച് സക്കരിയ നബി അലൈഹിസ്സലാമിനെ കൂടെ തന്നെ സക്കരിയ നബി അലൈഹിസ്സലാമിനെയാണ്. ആ സക്കരിയ നബി അലൈഹിസ്സലാം കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ്. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം ഈ മറിയമാന്റെ ആ റൂമിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ വജദ ഇൻദഹാ റിസ്ഖ, നല്ല ഫ്രൂട്ട്സ് കാണുന്നു. ആ കാലത്ത് കിട്ടാത്തത് ആ കടണ്ട്. ഇപ്പൊ നമുക്ക് മാങ്ങ ഉണ്ടോ? ഇല്ല. ആ സമയത്ത് മാങ്ങയില്ലാത്തവർ മാങ്ങ കൊടുത്തിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴും ഈ കുട്ടിയോട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞത് അന്നാലക്കി ഹാദാ, ഇത് എവിടെ നിന്നാണ് നിനക്ക്? ഈ സമയത്ത് നമുക്ക് അങ്ങനെ കാണുമ്പോൾ ഡൗട്ടായി. നമ്മുടെ ഡൗട്ട് വിടക്ക ഡൗട്ടായിട്ട് അന്നാലക്കി ഹാദാ, ഇതെവിടെ നിന്നാണ്? ആ പെണ്ണുങ്ങൾ പറയുന്നത് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നതാണ്. യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കണക്കില്ലാണ്ട് അവനിക്കുള്ള ഇബാദത്തിലേക്ക് അല്ലാഹു തആല റിസ്ക് കൊടുക്കും. ഹുനാലിക ഖുർആൻ ഹുനാലിക ഇത് കണ്ടിട്ട് ഈമേ പറഞ്ഞ വിഷയത്തിനെല്ലാം കേൾക്കുമ്പോ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദ്വാരക്കുന്നത്
എനിക്ക് നീ ശുദ്ധിയായ ഒരു കുട്ടിനെ തരണേ എന്ന് പറഞ്ഞിട്ട് ഒരു കിടാവിനൊക്കെ തന്നു. അപ്പോൾ വയസ്സ് കുറെ ആയിട്ടുണ്ട്. പറഞ്ഞതപ്പ ഇയാള് ഈ കിടാവിനെ കണ്ടപ്പോ അങ്ങനെ കുറച്ചു കാലം അല്ലാഹുതആല ഒരു കിടാവിനെ കൊടുത്ത് യഹ്യ എന്ന് പറഞ്ഞിട്ട്, യഹ്യ എന്ന് പറയുന്ന ആ നബി പെണ്ണ് കെട്ടിട്ടില്ല, മക്കളായി ചോദിക്കണം. ചില പെണ്ണ് കെട്ടിയെന്ന് പറയും. അങ്ങനെ ആ സക്കരിയ നബി അലൈഹി സ്വലാമിലേക്ക് യഹ്യ എന്നുള്ള പേരില്ല. ഈ കിടാവിനെ കണ്ടിട്ടാകുമ്പോ അതുപോലെ നീ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു നല്ലൊരു കുട്ടിനെ കണ്ടാൽ നിനക്ക് തോന്നും ഇങ്ങനെ എന്റെ മക്കളുമാണ്. അല്ലാഹു ആക്കി തരട്ടെ. മക്കള് നന്നായില്ലെങ്കിലുള്ള മശക്കത്ത് അത്രയും മശക്കത്ത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ചരിത്രം നോക്കുന്നെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ദിവസം ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ വന്നു. രണ്ടാൾക്കാർ എങ്ങനെ വന്ന നല്ല സ്റ്റൈലിന്റെ പാലക്കാരായിട്ട്. ഈ അറബിയാക്കൾക്ക് ഒരു സ്വഭാവമുണ്ട്, ആണുകുട്ടികളെ കൊണ്ടിട്ട് അവർക്കുള്ള ഷഹവത്തിന്റെ വീട്ടിൽ. ഇവർ രണ്ട് ഈ പാലത്തിൽ വരുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്ക് ഭയങ്കര പേടി. എന്റെ ഈ വന്ന വിരുന്നുകാരമോ കണക്കാക്കിയിരുന്നാണ്. അപ്പൊ ഇയാൾ പറഞ്ഞ മക്കളെ, എന്റെ മക്കളെ നീ കെട്ടിയോ പുറത്തു, എന്റെ മക്കളെ വേണ്ടി മങ്ങലായി. മനസ്സിലാന്ന് പറയുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട സക്കരിയ നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരുടെ ഭാര്യക്കാരിൽ പോയതിനു ശേഷം ഒരു പശുവിനെ അർത്ഥം ചെയ്യാണെന്നുണ്ടെങ്കിൽ വന്നു വെച്ചു. ഈ രണ്ടാണ് തിന്നി നാശാക്കാൻ വേണ്ടി പുറത്തു നിന്നില്ല. രണ്ടാളും തിന്നില്ല, ഇതിനെ തൊടുന്നേ. അപ്പൊ ഇയാൾക്ക് പേടി. ഖലീഫത്തൻ എന്നാണ് ഖുർആനിൽ പറയുന്നത്. അതിന് സൗണ്ട് ഖലീഫത്തിനെ പേടിച്ചു വരുന്നത് വിഷയം. അപ്പൊ പറയുന്നത് ഞങ്ങൾ മലക്കുകളാണ്, നിങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങൾ വന്നത്. അപ്പൊ 80 വയസ്സ് കഴിഞ്ഞ ഇയാൾക്ക് 80 വയസ്സ് കഴിഞ്ഞ ഇയാള് അയാളോട് പറയുന്നത് എനിക്കൊരു കുട്ടിനെ തരാൻ വേണ്ടി അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ സന്തോഷ വാർത്ത പറയാൻ വേണ്ടി നിങ്ങളൊക്കെ വന്നത്. അപ്പോഴോ ഖുർആനിൽ പറയുന്നത് നോക്കിയോളി, ഇയാളെ ഭാര്യ 90 80 60 90 ആയിട്ടുണ്ടാണ്. ആ പെണ്ണുങ്ങളാണ് നിന്ന് വീടിനപ്പുറത്ത് അർത്ഥ വ്യത്യാസം. ലഹിക്കത്ത് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കാം. ആ ചിരിക്ക പാട്ടില്ല. ആ ചിരിക്ക ചോദിച്ച അതിശയത്തിന്റെ മേൽ ഞാൻ തൊണ്ടിയായിട്ടുണ്ട്, അയാൾ തൊണ്ടനായിട്ടുണ്ട്. നമുക്ക് എങ്ങനെ മക്കളുണ്ടാവുക? ഇത് ഖുർആനിലെ ഞാൻ ചെന്ന് ആയത്ത് തോന്നുമ്പോൾ കുറെ സമയം കൊണ്ട് ഞാൻ ചുരുക്കിയിടും. അത് അല്ലാഹു കൽപ്പിച്ച എനിക്ക് അതിശയം നടത്താവുള്ളൂ. ഇയാൾക്ക് 2 മക്കളാണ്. ആദ്യത്തെ മക്കൾ മോന്റെ പറയുന്നത് ഇസ്മായിൽ, രണ്ടാമത്തത് ഇസ്ഹാഖ്. അയാള് ചോദിച്ച ഒരു കിടാവിനെ കൊടുത്തിട്ട് 2 കിടാവ്. അവിടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകനായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിനെ ബനി ഇസ്രായേൽക്കാർ അവർക്കുള്ള ലൈനിലേക്ക് തിരിച്ചു. അവർക്ക് മൂസ നബിയും ഒക്കെ അങ്ങനെ പറഞ്ഞു. ഇസ്മായിൽ എന്ന് പറയുന്ന കുട്ടീനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവനും അമ്പിയാക്കന്മാരും ലോകം തന്നെ കാത്തിരുന്ന മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഭാഗത്തെ. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ മക്കത്ത് കൊണ്ടുപോയി താമസിച്ച് എനിക്കറിയാലോ ഹജ്ജിന് പോയാണ്. ആ പോയതിന് ശേഷം ഇബ്രാഹിം നബി രണ്ടാമതൊരു കിടാവിനെ നോക്കാൻ വേണ്ടി പോയിട്ടില്ല. പോകുമ്പോൾ ഇബ്രാഹിം നബി ഇല്ല, എവിടെയോ പോയിട്ടുണ്ട്. ഇസ്മായിൽ എവിടെയോ പോയിട്ടുണ്ട്. ഏതല്ല പോയോണ്ട് പോയിട്ടുണ്ട്. ഇപ്പൊ വരുന്ന ഇബ്രാഹിം നബി പോകുമ്പോൾ ഭാര്യ മാത്രമേ ഉള്ളൂ. ആ പെണ്ണുങ്ങൾക്കുള്ള സ്വഭാവങ്ങളെല്ലാം കണ്ട് ഇവിടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയും. നമ്മൾ മോനിക്ക് പെണ്ണെടുക്കുമ്പോൾ ആ പെണ്ണിനെ നോക്കണം ശരിക്കും. അവരുടെ കുടുംബത്തിന് അവരുടെ അവസ്ഥ ഇത് തോറ്റ് പറഞ്ഞു. ഇബ്രാഹിം നബി ഇങ്ങനെ നോക്കി എന്താ സുഖം നബി ശരി പറഞ്ഞ് കീഴാണ് പോയി പോകുമ്പോൾ പറഞ്ഞ് ഈ ബാദന്റെ
ഈ ദാരന്തത്തിനടുത്തിട്ട് വേറെ ഒരു ദാരന്ത വെക്കണോ? അങ്ങനെ പറഞ്ഞു മുപ്പത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വന്നിട്ട് ആ നോക്ക് വിഷയമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, വയസ്സിൻ്റെ ആള്, നിങ്ങളെ ചോദിച്ചില്ല എന്ന് പറഞ്ഞ് പിന്നെ ഒരു വിഷയം പറഞ്ഞു, ഈ ദാരന്തത്തിന് ചേഞ്ച് ആക്കി നോക്കണമെന്ന് പറഞ്ഞിട്ട് കേട്ടാ എത്ര കേട്ടാ ഇപ്പൊ കേട്ടതങ്ങനെ കേട്ടാ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിക്ക് മനസ്സിലായി ഈ ബാധ എടുക്കണമെന്ന് പറഞ്ഞ് ഓടെ തലാത്ത് ചെയ്യപ്പെട്ടു. മനസ്സിലാക്കി നോക്കൂ ഈ പോയിന്റ്. അങ്ങനെ മനസ്സിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഓളെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവളെ പരന്റെ തീ ഏൽപ്പിച്ചു കൊടുത്ത് അവളെ തലാഖ് ചൊല്ലി അവള് വേണ്ട സാധനം കൊടുത്തിട്ട് പിന്നൊരു പെണ്ണ് കെട്ടി. ഈ ആദ്യത്തെ പെണ്ണായ ആ പെണ്ണിനിക്കുള്ള ഗർഭക്ഷയത്തിന്റെ ഉള്ളിൽ ലോകത്തിന്റെ മുഴുവൻ ആൾക്കാരും കാത്തിരിക്കുന്ന ആ മുഹമ്മദ് നബിനെ അതിന്റെ ഉള്ളിൽ താമസിപ്പിക്കുക അള്ളാഹുവിന് തൃപ്തിയില്ല. അങ്ങനെ ഇൽഹാമായിട്ട് അള്ളാഹു തആല അവരെ കമ്പനി അയാളെ തലാഖ് ചെയ്യിച്ച് പിന്നെ പെണ്ണ് കെട്ടി. ആ പെണ്ണ് കെട്ടിട്ട് വന്നതാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളുടെ കൽബ് ആർത്തിനെക്കാളും സ്നേഹമുള്ള ആളാണ് ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെയുള്ള ആ നബി അവർ ഇതായിരുന്ന കാരണം കൊണ്ട് ഇസ്മായിൽ എന്ന കുട്ടി പറഞ്ഞു, ഇതുപോലെ തന്നെ നമ്മൾക്ക് എന്ത് വേണം, ഞങ്ങൾക്കുള്ള മക്കൾ നന്നാവാൻ വേണ്ടി ദ്വാരക്കണം. അല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. പഴയത് നമ്പർ പണ്ട് വീട്ടിലൊക്കെ ബുക്കുണ്ടായി, അത് അവിടെ ഇവിടെ നിന്നുണ്ട്. അങ്ങനെ ആയിരിക്കും അവിടെ ഇവിടെ കടിക്കുന്നില്ല. ഇപ്പൊ കുറച്ച് പെട്രോൾ വരാൻ തുടങ്ങി. എന്തെങ്കിലും 10-15 മിനിറ്റിന് അധികം ഞാൻ പറയാൻ കഴിയല്ല. അങ്ങനെ ഞാൻ റബ്ബന, നമ്മൾക്കുള്ള റബ്ബേ, റബ്ബന ഹബ്ലനാ, ഞങ്ങൾക്ക് ഹബ് ഹിബത്ത്, ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നത്. ഇപ്പൊ ഊത് ഗുണത്തിന് ഗിഫ്റ്റ് കൊടുത്ത പള്ളിക്ക് അതുപോലെ വാസാരമായിട്ട് ഇങ്ങനെ കൊടുക്കണം. ഹബ്ലനാ മിൻ അസ്വാജിന, ഭാര്യമാർ ഞങ്ങൾ പെണ്ണ് തിരിയന്മാർ. എങ്ങനത്തെ തിരിയന്മാർക്ക്? ആ തിരികളെ കണ്ടെങ്കിൽ നിന്റെ ബേജാറിൽ തീരണം. അങ്ങനത്തെ വേണം. അത് എന്തുകൊണ്ട് കോലം കൊണ്ടായിരിക്കണമെന്നില്ല, സ്വഭാവം കൊണ്ടായാലും മതി. സ്വഭാവം കൊണ്ടിട്ട് നല്ല പെണ്ണിനെ നോക്കി കെട്ടണം. അവിടെ നല്ല മുടിയും ഇതെല്ലാം കണ്ടിട്ട് അങ്ങനെ കെട്ടി തോറ്റു കെട്ടാം. അവൻ നല്ല പെണ്ണിനെ കെട്ടണം. പിന്നെ വധുരിയാത്തിന, നല്ല മക്കളെയും. എങ്ങനത്തെ മക്കള്? കണ്ണു കുളർമ്മയാകുന്ന മക്കൾ. ആ കിടാവിനെ കാണുമ്പോൾ നല്ല റാഹത്തായി. നിന്റെ റാഹത്തിന്, നിന്റെ കിടാക്കൾക്കുള്ള റാഹത്തിന്, വീസത്തിന് പിന്നെ ഒരാൾക്കുള്ള മുന്നിൽ നീ പറയാൻ പാടില്ല. അതുപോലെ തന്നെ പേരെ ഉപ്പയില്ലാത്ത മക്കളുടെ നിന്റെ മക്കളെ അടുപ്പിച്ചിട്ട് ഇരുത്താൻ പാടില്ല. പിന്നെ പരല് വന്നിരുത്തണം. ഇസ്ലാമിന്റെ നിയമങ്ങൾ. ഒരു ആടർക്കുന്നെങ്കിൽ ആട് കൊണ്ട് വെച്ചിരുന്നു. ആടർക്കുമ്പോൾ പിന്നെ അവിടെ കെട്ടാൻ പാടില്ല. മൃഗങ്ങൾക്കും കുടിച്ച് അറിയുന്നു. ഇന്നലെ ഞാൻ ഒരു ചരിത്രം നോക്കിയിട്ട് കരഞ്ഞു പോയി. ഞാൻ ഒരു ഓട്ടോറിക്ഷ പോകുന്നുണ്ട്, റിക്ഷ സ്പീഡിൽ പോകുമ്പോൾ അതിന്റെ പിന്നിലെ ഓടിച്ച് നായ ഓടും. നായ ഓടിച്ച് അവൻ എണ്ണിപ്പിക്കുന്ന പോയി കുറെ കത്തിച്ച് ഈ റിക്ഷന്റെ മുന്നിൽ ഈ നായ അതിന്റെ ഉള്ളിൽ ഒരാളുണ്ട്. ഇതിവിടെ നമ്മളെ ഞാൻ ഭൂകമ്പത്തിനായിട്ട് പോയില്ലേ, വയനാട്ടിലാണ് ഇത് സംഭവിച്ചത്. ആള് പോകുമ്പോൾ കുറെ ആൾ അങ്ങ് പോയി, കുറെ ആൾ ഇങ്ങ് പോയി. അങ്ങനത്തെ ആള് നായ ഇങ്ങനത്തെ ആളോട് പോയി, ഇങ്ങനത്തെ അങ്ങനത്തെ. ഈ നായ അവിടെ നിന്നോണ്ടിരിക്കുമ്പോഴാണ് റിക്ഷയിലെ പോകുന്നത് കണ്ടത്. മനസ്സിലായ? ആടെ വെക്കുമ്പോൾ പിന്നെ നിർത്താൻ പാടില്ല. റിക്ഷയോട് വീട്ടിൽ പോയിട്ട് അയാളെ പിടിച്ചു. അയാളിനെ കാണുമ്പോൾ കരച്ചെടുക്കണമെങ്കിൽ എനക്ക് കരച്ചു. ഒരു നായയാണത്തെ കേവലം. അത് അതിനടുത്ത് മുത്തിച്ചിട്ട് കൊപ്പിൽ തണ്ണി കൊണ്ടതിന് നായക്ക് കൊടുത്ത്
അപ്പൊ എത്തരമിരിക്കുന്ന സ്നേഹം മൃഗങ്ങൾക്കും പരസ്പരമുണ്ട്. അതുകൊണ്ട് നിന്റെ മക്കൾ യതീമായ മക്കളെ മുന്നിൽ നിർത്തിയതായിട്ട് നിന്റെ മക്കൾ എന്റെ മക്കൾ സൗദിയിൽ പോയിട്ട് അങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് നീ ചെല്ലുണ്ടാകും. ചിലർ കൊടുക്ക് തട്ടാനുള്ള കാരണമുണ്ട്. അങ്ങനെല്ലാം സൂക്ഷിച്ച് ഉള്ള മക്കളെ ഞങ്ങൾക്ക് നീ തരേണ്ട പഠിച്ചവനെ. മുത്തഖീന ഇമാമ. അത് മാത്രമല്ല മുത്തഖീങ്ങൾക്ക് നമ്മളെ നീ ഇമാമാക്കണം. ഇമാമാക്കണം മുത്തഖീങ്ങൾക്ക് നമ്മളല്ല അവർ ഈ നാട്ടിൽ ഇമാമാക്കാൻ പറ്റില്ല. അതിന്റെ അർത്ഥമല്ല നമ്മുടെ മക്കളെയും എന്നെയും എന്റെ ഭാര്യയെന്നല്ല നന്നാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പിന്നീട് വരുന്ന ആൾക്കാരില്ലേ ആ കൂട്ടരെല്ലാം എന്താക്കും നമ്മളോട് തൊഴും. അതാണ് ഇമാമാക്കി ഒരു വിഷയം. രണ്ടാമത് ഒരു വിഷയം പണ്ടുകൂടെ ഒരു അസൈനാവുന്ന ചെക്കനുണ്ടായി. അവന്റെ ഉപ്പാന്റെ ഒരു സ്മരിച്ച എത്ര കൊല്ലം അറിയോ? 100 കൊല്ലം. അപ്പൊ ഒരു ഇസ്മായിൽ മുസ്ലിയാറുന്ന ഒരാളുണ്ടായില്ല. അതാരും കേട്ടവരുണ്ടാ? വലിയ ഒരാലും കേരളത്തിൽ ഭയങ്കര ആലും. അത് പറഞ്ഞു കേട്ട അയാളുടെ ഇസ്മായിൽ വീട്ടിലത്തെ ഇസ്മായിൽ കേരളക്കാരൻ മലപ്പുറക്കാരൻ. അയാളെ പറഞ്ഞ വലിയ കിതാബിന്റെ റാസികളും കളിക്കും പേരാണ്. അയാളെ വരെ ഇന്ന് വേണ്ട പോലെ ബൈക്ക് ഇസ്മായിൽ ചാന്റെ പേര് കുറച്ചിപ്പാണ്. അയാളുടെ അസൈനാറെന്ന ചെക്കനുണ്ടായി. ആ ചെക്കനെ പിടിച്ചിട്ടില്ലേ നീ പോയിട്ട് പഞ്ചായത്ത് ചായ പോയി കൊണ്ടാ വേണ്ടത്. ആരക്കാലത്ത് ചെട്ടിയിട്ടുണ്ട് പാഞ്ഞിട്ട് അടകത്തിട്ട് പഞ്ചായത്ത് ചെന്നാണ്ട് പോകുമ്പോ ഈ ഇസ്മായിൽ കണ്ടു നീ വാങ്ങി പോയി. അത് ആ കിതാബിനെ തോത്തിലൂടെ വെക്കും, ഈ കിതാബിന് അട വെക്കും, ആ കിതാബിന് ഇവിടെ വെക്കും. കുറെ കിതാബിനെല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് ലഭിച്ചിട്ടാൻ പറഞ്ഞു. ഇസ്മായിൽ കാത്തിട്ട് പഞ്ചായത്ത് പോയി ചെന്നൈയിലല്ലേ വരുമ്പോ ഇയാളെ പണിയെടുക്കണം. അപ്പൊ ഇയാള് ചായ കട പഞ്ചായത്ത് കടത്തിട്ട് പണിയെടുപ്പിക്കാൻ ഓം പിരിയിൽ ആളായി കുഴപ്പമോ അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ അയാൾക്ക് അറിയാം ആറ്റപ്പായ പയ്യങ്കിൽ ആറ്റപ്പായ അല്ലെ അവരുടെ നേതാക്കളാണ്. ആറ്റപ്പായ വന്നിട്ട് അങ്ങനെ തങ്ങന്മാരെ കാണുമ്പോൾ വീട്ടിലെത്തി എല്ലാവരും കരയൊക്കെ. ഇത് 100 കൊല്ലത്തപ്പുറത്തെ ചരിത്രത്തിൽ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. കരഞ്ഞിട്ടാകുമ്പോ നിന്റെ മോഹമുണ്ടാണ്. എൻ്റെ മോഹം അവിടെ പോയി വീട്ടിൻ്റെ വീട് അങ്ങനെ വിളിച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് പോയി നേരെ പയ്യെ ഷർട്ടില്ലാത്ത കൊണ്ട് അയാളെ ഒരു പനിയാനെ വിട്ടിട്ട് അയച്ചു പോകാൻ. അങ്ങനെ പയ്യക്ക് പോകുന്നു. ഇവിടെ ഉപ്പമിൽ കഷ്ടത്തിന്റെ ജീവിതം. അപ്പൊ ഒരു ബസ് ഉണ്ടായില്ല അവിടുന്ന് പയ്യക്ക് പുറത്തോട്ട് പോയി. ആ ബസ്സിന്റെ ഡ്രൈവറുടെ കയ്യിൽ പൈസ എന്തെങ്കിലും ഓരോന്നിന് കിട്ടിയെങ്കിൽ ഈ കള്ളു അതങ്ങനെ പുരക്കെ. ഇങ്ങനെ ആ കുട്ടി പഠിച്ചിട്ട് വലിയ മൈനാറായിട്ട് വീട്ടിലത്തേക്ക് മടങ്ങി വന്നിട്ട് മംഗലായിട്ട് വീട് തന്നെ അട്ടിയാർ കണ്ണൂരിലേക്ക് പോയി. ആ അട്ടിയാർ കണ്ണൂരിൽ അറിയപ്പെടുന്ന ആ മുഹമ്മദ് ആജി എന്ന് പറയാണ് ഈ അസീന. അയാൾക്ക് അസീനാവിന് പേർ വെച്ചത് തങ്ങളാണ്. അയാളെ ഒരു മക്കൾപ്പെട്ട ഒരു മോനാണ് ഞാൻ. ആ ഇസ്മായിൽ മൈലാറിനെ പോയി നന്നായിക്കോളെന്ന് പറഞ്ഞ ആ ഒരു വാക്കിൽ അട്ടിയാർ കണ്ണൂർ മുഹമ്മദ് ആജിന്റെ മക്കളിൽപ്പെട്ട ഒരാളും മൊയ്ലാമാറല്ല. ഇങ്ങോട്ട് മൊയ്ലാമാറൻ ഇല്ലാത്തവർ ആരുമില്ല. ഇന്നലെ മംഗലത്തിലൂടെ ഉപ്പാന്റെ സംബന്ധത്തിൽപ്പെട്ടത് എല്ലാം ജമിയത്തുൽമാന്റെ യോഗം കൂടി വരും. അത് അവർക്കുള്ളതാണ്. അങ്ങനത്തെ ഒരാളെ ഈ നാട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഇസ്മായിലില്ലാതെ പിന്നെ ആക്കിയിട്ട് പറഞ്ഞു ഞാൻ നല്ലോണം പള്ളിയിലെ കണ്ട് കുട്ടി പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു നാടാണ്. ആ നാട്ടിലുള്ള മുൻഗാമികൾക്കുള്ള ബർക്കത്താണ് നിങ്ങളെ മക്കൾക്കെല്ലാം അല്ലാഹു ആക്കി തന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെനിക്ക് അറിഞ്ഞില്ലെങ്കിലും നിങ്ങളെ ഉപ്പാമാരെനിക്ക് അറിയും. അതുകൊണ്ട് ഞാൻ എന്നെ ദീർഘിച്ചിട്ട് പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
നമ്മളെ ഖത്തീബ് എന്ന് പറഞ്ഞാൽ ഞാൻ ഖുത്ബക്ക് മുമ്പ് കണ്ടിട്ടില്ല. ഏതായിട്ടും എനിക്ക് കുമ്പിത്തേക്കേറുകയാണ്. കുമ്പിത്തേങ്ങി നോക്കുമ്പോൾ എൻ്റെ ആണ് ഇള ഉപ്പേൻ്റെ അടുത്ത് പോയി പിന്നെ വിളിച്ചു. അപ്പം ഇപ്പൊ നാട്ടിൽ നല്ല ഖുത്ബ തന്നെ ഇത് ആയി ഇൽമുണ്ട്. പറഞ്ഞത് നിങ്ങൾ കാക്കണം, ജാഗ്രതയായിക്കണം. യൗമൻ ഒരു ദിവസത്തിന് അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. അള്ളാഹിനെ അങ്ങനത്തെ ഒരാള് പിന്നെ ഈ ഒരു പരിചയമുണ്ടല്ലോ ഖുത്ബയിൽ പറഞ്ഞു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരന്മാരോട് എല്ലാവരോടും ഈ സാധുവായ ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാനും ആദ്യപത്തിൽ നിന്നാവാനും ചിലപ്പോൾ എൻ്റെ എല്ലാ ഓരോരോ ജുമക്കും